എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ മുടി വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഈ കരിഞ്ജീരകം എണ്ണയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കരിഞ്ജീരകം കാച്ചെണ്ണ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് എങ്ങനെയാണ് എണ്ണ തയ്യാറാക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ പേര് പറഞ്ഞു ചേച്ചീൻ്റെ ഒപ്പം തന്നെ എണ്ണ തയ്യാറാക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത് എടുത്ത് ചെയ്യാൻ തന്നെ കാരണം. പിന്നെ കരിഞ്ജീരക എണ്ണ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എണ്ണയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ള എണ്ണയാണ്. നമ്മുടെ മുടി നല്ല കറുപ്പോടെ വളരാനും താരനൊക്കെ വരാതിരിക്കാനും അകാല നരയൊക്കെ വരാതിരിക്കാനൊക്കെ ഈ എണ്ണ നന്നായിട്ട് സഹായിക്കും. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ച് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല ചീവീടിന്റെ ശബ്ദമുണ്ട്. ചീവീടിന്റെ ശബ്ദം ഇല്ലാതെ വീഡിയോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കരിഞ്ജീരകം കാച്ചെണ്ണ തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടുനോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് എണ്ണ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എണ്ണയുടെ അളവ് പറയാം കേട്ടോ. ഞാനിവിടെ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇന്നത്തെ കാച്ചി എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള അളവുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടണം, കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കണം. അപ്പോൾ കരിഞ്ജീരക എണ്ണ ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് കരിഞ്ജീരകത്തിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ 500 ml വെളിച്ചെണ്ണയ്ക്ക് 2.5 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉലുവ 2.5 ടേബിൾ സ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം ഉലുവയും ഒരേ അളവിൽ തന്നെ എടുത്താൽ മതി. പിന്നെ ഇത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് നല്ലത്, കഴുകാതെ ഉപയോഗിക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് നെല്ലിക്ക ഞാനിവിടെ ഒരു 8 നെല്ലിക്കയോളം എടുത്തിട്ടുണ്ട്. ചെറിയ നെല്ലിക്കയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. വലിയ നെല്ലിക്കയാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ മതിയാവും. പിന്നെ ഉള്ളി ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 8-9 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാം കറക്റ്റ് അളവ് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ല, പിന്നെ സവാളയൊക്കെ ആണെങ്കിൽ ചെറിയൊരു സവാള മൊത്തമായിട്ട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ഈ ഒരു 4 സാധനമാണ് നമുക്ക് ഇന്നത്തെ എണ്ണയിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുപോലും മിസ്സാക്കരുത്, എന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരെണ്ണം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിപ്പൂ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് അനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഞാനിവിടെ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2 എണ്ണമൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങൾ അത് ഉപയോഗിക്കുക. പിന്നെ 6 എണ്ണം ഇല്ലാന്ന് വിചാരിച്ചിട്ട് എടുക്കാതിരിക്കരുത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കയ്യൂന്നിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എണ്ണ തയ്യാറാക്കുന്നതിൽ ഈ സാധനം ഇല്ലായിരുന്നു കേട്ടോ. അതിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. ഇപ്രാവശ്യം കുറച്ചുണ്ടായിട്ടുണ്ട്, അതിനകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. കയ്യൂന്നി ഇനി എല്ലായിടത്തും ഒരുപോലെയാണോ പേര് പറയാമെന്ന് എനിക്കറിയില്ല. ഭൃംഗരാജ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. അപ്പോൾ കയ്യൂന്നി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർക്കുക, കാരണം ഏറ്റവും നല്ലതാണ്. പിന്നെ കറിവേപ്പില പിന്നെ നമ്മൾ ഒരുപാട് പാക്കിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. കറിവേപ്പില നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 6 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ളതിനനുസരിച്ച് ഇപ്പോൾ 2 തണ്ടാണെങ്കിലും 3 തണ്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തുളസിയിലയാണ്. അപ്പോൾ ഞാനിവിടെ കരിന്തുളസിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കരിന്തുളസി വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. അപ്പം ഈ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചേർക്കുക, ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ 4 സാധനങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇത് 4 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിന്ന് എണ്ണ തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സാധനങ്ങളെല്ലാം തന്നെ പിന്നെന്താ പറയുക, ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമുക്ക് കരിഞ്ജീരകം ഉലുവയും ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് ക്രഷ് ചെയ്തെടുക്കുക. ആ ക്രഷ് ചെയ്തെടുത്തതിലേക്ക് നെല്ലിക്ക കുരു കളഞ്ഞിട്ട് നെല്ലിക്കയും ഉള്ളിയും പിന്നെ ചെമ്പരത്തിപ്പൂവും കയ്യൂന്നിയും കറിവേപ്പിലയും തുളസി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി അരച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പേസ്റ്റ് രൂപത്തിലാവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എണ്ണ കാച്ചുന്നതാണ് നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക. അപ്പം ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എണ്ണ കാച്ചി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് അടി കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എണ്ണ കാച്ചാൻ എപ്പോഴും അടി കട്ടിയുള്ള പാത്രമാണ് നല്ലത്. അതിനകത്തേക്ക് ഞാനിതാ ഒരു 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എണ്ണ കാച്ചുമ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിനകത്തേക്ക് നമുക്കിനി നമ്മൾ എടുത്ത സാധനങ്ങളെല്ലാം തന്നെ ഞാനിതാ നല്ല ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നന്നായിട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു അളവിൽ കിട്ടിയാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കരിഞ്ജീരകവും ഉലുവയും ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് മറ്റുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നമുക്ക് ആദ്യം എണ്ണയിലേക്ക്
ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ആദ്യം നമുക്ക് എണ്ണയായിട്ട് ഈ സാധനങ്ങളൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടുക, കുറവാണെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ കുറയ്ക്കുക. അപ്പൊ ഞാനിത് എല്ലാ സാധനങ്ങളും അത്യാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ പാകം തന്നെയാണ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ എണ്ണയിൽ നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തു, ഫ്ലെയിം ഓൺ ചെയ്തു. അപ്പൊ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം ഇടുക. മൊത്തം നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇപ്പൊ നമ്മൾ ചേർത്തിട്ടുള്ള ഈ സാധനങ്ങളും എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നൊരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ സമയമാകുമ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പൊ ഇത് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ ലോ ഫ്ലെയിമിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ ഹൈ ഫ്ലെയിമിലിടുക. അത്യാവശ്യം നന്നായി തിള വരുന്ന സമയത്ത് ഇതുപോലെ നന്നായി തിളച്ച് പതിയൊക്കെ പൊന്തി വരുന്ന കാണുന്നില്ലേ, ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി ഇടുക. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെയാണ് നമ്മുടെ എണ്ണയുടെ കറക്റ്റ് പാകമാവാനുള്ള സമയം. അപ്പൊ ആ ഒരു സമയം വരെ നമ്മൾ ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ തിളപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ എണ്ണയുടെ പാകം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ പൊതിരിക്കുന്ന പതയൊക്കെ ഒന്ന് ഒതുങ്ങണം. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ലൊരു മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളർ ആയി വരണം. പിന്നെ നമ്മുടെ എണ്ണ തെളിഞ്ഞു വരണം. ഇതാണ് കറക്റ്റ് എണ്ണയുടെ പാകം. അപ്പൊ ഇനി ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ തിളപ്പിക്കാം. നിങ്ങൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കാതിരുന്നാൽ അടി പിടിക്കും, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അടുത്തുനിന്ന് മാറരുത്, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഹൈ ഫ്ലെയിം ആക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ എണ്ണ തിളപ്പിച്ചെടുക്കുക. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും നമ്മുടെ എണ്ണ പാകമായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പതയൊക്കെ ഒന്ന് ഒതുങ്ങണം, എണ്ണ തെളിഞ്ഞു വരണം, ഇട്ടിരിക്കുന്ന സാധനങ്ങൾ അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞു വരണം. അപ്പൊ അതാണ് കറക്റ്റ് പാകം. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം കൂടിയേ വെക്കാനുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇളക്കാതിരിക്കരുത്, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇപ്പൊ ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ സമയമൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ എണ്ണയുടെ പാകമാണ് നോക്കേണ്ടത്. ഇപ്പൊ ഇതാ പതയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട്. ഏകദേശം എല്ലാം അത്യാവശ്യം നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. എണ്ണ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് എണ്ണ കറക്റ്റ് ആയിട്ട് കിട്ടണം നമുക്ക്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സാധനങ്ങള് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. മാത്രമല്ല ഒരു മൊരിഞ്ഞിട്ട് നല്ല പിരിവിരുത്ത ഒരു ശബ്ദം കൂടി നമുക്ക് കേൾക്കൂട്ടോ. ഇതാണ് നമ്മുടെ എണ്ണയുടെ കറക്റ്റ് പാകം. ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിതാ ഇപ്പൊ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സമയം ആവുന്ന സമയത്ത് വേഗം തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ അടി കട്ടിയുള്ള പാത്രമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ടും കുറച്ച് സമയം കൂടി ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെ വെക്കുകയാണെങ്കിൽ എണ്ണ കരിഞ്ഞു പോവും, പാകം തെറ്റിപ്പോവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇത് കുറച്ചു നേരം ഇതിനകത്ത് തന്നെ ഇരുന്നിട്ട് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് അരിച്ചെടുക്കാം. പിന്നെ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ തന്നെ വെക്കുന്ന സമയത്ത് എണ്ണ വറ്റിപ്പോവും, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു ഇതുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് വെക്കുന്നത്. ഇനി നന്നായി തണുത്തിട്ട് അരിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാ നമ്മുടെ എണ്ണ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു തുണി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അരിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുക്കുക. നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിക്കുക. നമ്മൾ അരിപ്പയൊക്കെ ഉപയോഗിച്ച് അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ മൊത്തമായിട്ട് കിട്ടില്ല, കുറെ എണ്ണ നഷ്ടമാവും. അപ്പൊ ഏറ്റവും നല്ലത് തുണി ഉപയോഗിച്ച് അരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ എണ്ണ കളർ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ കളറൊക്കെയാണ്, നല്ല മണമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ സാധാരണ കരിഞ്ചീര എണ്ണ ഉണ്ടാക്കുന്നതിലും വെച്ച് കുറച്ച് ഡാർക്ക് കളറാണ് എണ്ണ. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നമ്മൾ കയ്യൂന്നി ചേർത്തില്ലേ, അതുകൊണ്ടാണ് ആ ഒരു കളർ വരുന്നത്. അല്ലെങ്കിൽ കുറച്ചൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടാണ് വരിക. അപ്പൊ ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന ബോട്ടിലൊക്കെ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ എടുത്തിരിക്കുന്ന പാത്രം, സ്പൂണ്, പിന്നെ നമ്മൾ അരിക്കാനെടുത്ത തുണി, ഇതിലൊന്നും തന്നെ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ എണ്ണ ഇതാ ഞാനൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് കരിഞ്ചീരകം ഞാൻ വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ നല്ലൊരു ബോട്ടിലാക്കി വെക്കാം. ബോട്ടിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ കേടാവും. പിന്നെ എണ്ണയുടെ കളർ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എണ്ണ തയ്യാറാക്കിയപ്പോൾ ചേച്ചി തയ്യാറാക്കിയ ആ കളർ കിട്ടിയില്ല, അതെന്താണെന്ന് ചോദിച്ചിരുന്നു. അങ്ങനെ കളർ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ ചേർക്കുന്ന സാധനങ്ങളുടെ അളവിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ കളറിൽ മാറ്റം വരാം. പിന്നെ നമ്മൾ ഇന്നത്തെ എണ്ണയിൽ കയ്യൂന്നി ചേർത്തിട്ടുണ്ട്. അത് കാരണം കയ്യൂന്നി നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കളറിലാണ് നിങ്ങൾക്ക് എണ്ണ കിട്ടുക. പിന്നെ എണ്ണയുടെ കളറൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു എണ്ണ 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ എടുത്തു വെക്കാം, നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ എനിക്കിതൊരു 3 മാസത്തേക്ക് കറക്റ്റാണ് എണ്ണ. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ 6 മാസം വരെയൊക്കെ എടുത്തു വെക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കരിഞ്ചീരക എണ്ണ തയ്യാറാക്കാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കരിഞ്ചീരക എണ്ണ ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുടിക്ക് കരിഞ്ചീരകം ചേരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ ഉപയോഗിക്കേണ്ട കാര്യമൊന്നും ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, എന്നിട്ട് കഴുകുക. പിന്നെ നമ്മൾ പാക്കൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ മസാജ് ചെയ്ത് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നരാടം ദിവസങ്ങളിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു എണ്ണ ഉപയോഗിക്കുമ്പോൾ ആ എണ്ണ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കട്ടോ. എണ്ണ മാറി മാറി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണ തയ്യാറാക്കുമ്പോഴുള്ള പാകമാണ്. അപ്പോൾ ആ പാകമൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമന്റിലൂടെ അറിയിക്കണം. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ എന്തായാലും അറിയിക്കണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എന്തായാലും നമ്മുടെ ചലഞ്ച് വീഡിയോ ആയിരിക്കും. അപ്പോൾ ചലഞ്ച് വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം.